കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പ്രവർത്തകരെ, ഉമറാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, ഈ മഹത്തായ സംരംഭം വീക്ഷിക്കുന്ന സഹോദര വിഭാഗാംഗങ്ങളെ, കേരള നദ്വത്തുൽ മുജാഹിദീന്റെ യുവജന വിഭാഗമായ ഈ ISM കാലിക്കറ്റ് സിറ്റി ശാഖ സംഘടിപ്പിച്ച ഒരു പരിപാടിയാണിത്. ഇവിടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന പണ്ഡിതന്മാർ സംവദിക്കാനുള്ള ഒരു സാഹചര്യമാണ് അവർ ഉണ്ടാക്കിയത്. പടച്ച തമ്പുരാൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആദ്യമായും അവസാനമായും നിങ്ങളോട് എനിക്ക് ഉണർത്താനുള്ളത്, പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പ്രകടിപ്പിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് അവന്റെ തഖ്വയിലായി ജീവിക്കാൻ നാം തയ്യാറാവുക. റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇവിടെ ഹുസൈൻ ഫൈസി വളരെ ചിന്താർഹമായ ഒരു മേഖലയിലേക്കാണ് നിങ്ങളെ കൈപിടിച്ച് ആനയിച്ചത്. അവസാനം അദ്ദേഹം കൊണ്ടുപോയി വെച്ചത് മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅത ശഹീദ്. സമൂഹം ജീർണതയിൽ അകപ്പെടുമ്പോ പ്രവാചകചര്യം മുറുകെ പിടിക്കുന്നവർക്ക് 100 രക്തസാക്ഷിയുടെ പ്രതിഫലമുണ്ട് എന്നാണ്. അത് ലഭ്യമാവണമെങ്കിൽ ആ മാർഗം സ്വീകരിക്കുമ്പോ മുജാഹിദായിപ്പോ രക്തസാക്ഷികൾ, സമരരംഗത്തിലേക്ക് ഇറങ്ങുന്ന ആളുകൾ, അവരെയാണല്ലോ മുജാഹിദുകൾ എന്ന് പറയുന്നത്. സമൂഹം ജീർണതയിൽ അകപ്പെടുമ്പോ പ്രവാചകന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുകയും മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കളെ കാണുകയും കൂട്ടുകുടുംബ അംഗങ്ങളെ കാണുകയും ഒക്കെ പ്രവാചകനെ സ്നേഹിക്കാൻ നാം തയ്യാറാകുമ്പോ നാം അറിയാതെ നമ്മൾ മുജാഹിദുകളായി പോവുകയാണ്. കേരളത്തിൽ നമ്മൾ കേൾക്കാറുള്ളത് മുജാഹിദുകൾ ഫിത്നയിലാവാനുള്ള ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാരണം നമ്മൾ കേൾക്കാറുള്ളത്, അവർ പിഴച്ചുപോയത് നേരെ ഖുർആനും സുന്നത്തും സ്വീകരിക്കുകയാണവർ. ഖുർആനും ഹദീസും വ്യാഖ്യാനിക്കാനും അതിൽ നിന്ന് മതവിധികൾ കണ്ടെത്താനും ധൈര്യം കാണിക്കുന്നവരാണ് മുജാഹിദുകൾ. അത് നമുക്ക് നടക്കുന്ന കേസല്ല, അത് മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുകളെ കൊണ്ടേ നടക്കൂ. ആ ഇമാമുകൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് അന്ധമായി അനുകരിക്കണം. ഒരു ഇമാമിനെ അന്ധമായി അനുകരിക്കാത്തവർ ഇസ്ലാമിൽ നിന്ന് പിഴച്ചുപോയവരാണ്, ലാലും മുതലുമാണ്. മാത്രമല്ല, ഖുർആനും സുന്നത്തും സ്വീകരിക്കുന്നത് അവിശ്വാസിയാവാൻ പോലും കാരണമായി തീരുന്ന വളരെ അപകടകരമായ ഒരു പ്രവണതയാണ് എന്നാണ് ഇവിടെ കേരളത്തിലെ ഭൂരിപക്ഷം ആളുകൾക്കും നേതൃത്വം നൽകുന്ന പണ്ഡിത സഭകൾ പ്രഖ്യാപിക്കുന്നത്. ഞങ്ങളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ പഠിച്ചിരുന്നതും അതിനുവേണ്ടി ഊർജം വിനിയോഗിച്ചിരുന്നതും ആ ആശയം കേരളത്തിൽ വളർന്നു പന്തലിക്കാൻ തന്നെയായിരുന്നു. ഒരു കാലത്ത് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധകന്മാരുടെ പ്രബോധന മേഖലക്ക് ശക്തമായി തടയിടാൻ പര്യാപ്തമായ വിഭാഗം പഴയ സമസ്തയല്ല പുതിയതാവണമെന്ന നിലക്ക് ഞങ്ങൾ പുതിയതിൽ പ്രവർത്തിച്ചവരാണ്. എന്നെ പോലെയുള്ള നിരവധി ആളുകൾ അങ്ങനെ കുവൈത്തിൽ വെച്ചൊരു കരാർ അരങ്ങേറുകയാണ്. എന്താണ് കരാറിൽ വരുന്നത്? മുസ്ലിം സമൂഹത്തിനിടയിൽ പ്രകടമാകുന്ന കർമ്മപരവും വിശ്വാസപരവുമായ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഇസ്ലാമിന്റെ ഒന്നാം പ്രമാണവും രണ്ടാം പ്രമാണവുമായ ഖുർആനും ഹദീസും സ്വീകരിക്കണം എന്ന് കുവൈത്ത് ഔഖാഫിന്റെ മുമ്പിൽ വെച്ച് ഉത്തരവാദപ്പെട്ട ആളുകൾ കരാറിൽ ഒപ്പുവെക്കുകയാണ്. പടച്ചവരെ, ഞങ്ങളുടെ ഇമാം ഷാഫിയെ വിട്ടുപോയല്ലോ എന്ന പ്രയാസത്തോടെ സങ്കടത്തോടുകൂടെ എന്നെ പോലെയുള്ള നൂറുകണക്കായ ആളുകൾ അന്ന് ആ പുതിയ സമസ്തയിൽ നിന്ന് പഴയതിലേക്ക് തന്നെ തിരിച്ചുപോയി.
അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ പിന്നീട് കേൾക്കാൻ കഴിയുന്നത് ഒരു ഇമാമിനെ അന്ധമായി അനുകരിച്ചാൽ യാതൊരു പിഴവും സംഭവിക്കില്ല. മുജാഹിദുകൾ ഭയച്ചത് ഖുർആനും ഹദീസും സ്വീകരിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ സുരക്ഷിതരായി അള്ളാഹുവിന്റെ സ്വർഗീയാരാമത്തിലെത്താൻ ഷാഫി ഇമാം പറഞ്ഞ കാര്യം മാത്രം സ്വീകരിച്ചാൽ മതി. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഞങ്ങൾ കേരളത്തിൽ നിന്ന് പിന്നെ ഇമാമിനെ ഇമാം ഷാഫി അന്ധമായി അനുകരിക്കുന്നവരിൽ നിന്ന് പിന്നീട് കേൾക്കാൻ കഴിഞ്ഞത് ബാങ്കിംഗ് മേഖലയിൽ പലിശ ഹലാലാണ് എന്നുള്ള പ്രഖ്യാപനമായിരുന്നു ചില കോണുകളിൽ നിന്ന് വന്നത്. ഈ വിഷയത്തെ സംബന്ധിച്ച് ഗഹനമായി പഠിക്കാനും ചിന്തിക്കാനും തയ്യാറാകുമ്പോൾ ഉത്തരവാദപ്പെട്ട ആളുകളിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞത് വലിയ വൻകിട പണ്ഡിത പ്രതിഭശാലികൾക്കും ഇതേ അഭിപ്രായമാണ്, അവർ മിണ്ടാതിരിക്കുകയാണ് എന്നായിരുന്നു. പക്ഷേ അത്തരം പ്രഖ്യാപനങ്ങൾ നടത്തിയവർ സംഘടനയുടെ ചട്ടക്കൂട്ടുകൾക്കുള്ളിൽ നിൽക്കുന്ന ആളുകൾ അവരെ പുറന്തള്ളപ്പെടുകയാണ് ഉത്തരവാദപ്പെട്ട സംഘടനകൾ ചെയ്യുന്നത്. പക്ഷേ പലരും ആ ഫത്വകളുമായി രംഗത്ത് വരുന്നു. അപ്പോഴൊക്കെ ബുദ്ധിയുള്ള ചിന്തിക്കുന്ന മതമേഖലയിൽ പ്രവർത്തിക്കുന്നവർ ആലോചിക്കുന്നത് സുബ്ഹാനല്ലാഹ്, ഇമാം ഷാഫിയുടെ സ്ലിപ്പുമായി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അന്ധമായി അനുകരിക്കുന്ന നമ്മൾക്ക് ഫിതന ഉണ്ടാവില്ലല്ലോ, പ്രശ്നമുണ്ടാവില്ലല്ലോ, നമ്മൾ നേരെ സ്വർഗത്തിലേക്ക് പോകും. എങ്ങനെയാ ഈ പലിശയുടെ പ്രശ്നത്തിൽ ഇവിടെ രണ്ട് ഭിന്നത വരുന്നത്? അത് പ്രഖ്യാപിച്ച മാന്യ അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ പണ്ഡിത സഭകളെ മുഴുവനും ഞാൻ വെല്ലുവിളിക്കുന്നു, എന്റെ വാദമുഖം ഞാൻ സ്ഥാപിക്കാൻ തയ്യാറാണ് മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ. ആരും തന്നെ ആ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറായില്ല. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇങ്ങനെ നിരവധി സംഭവങ്ങൾ. അതുപോലെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ മറ്റൊരു സംഭവം, തലാഖ് സംവാദം അരങ്ങേറുന്നു. എന്തായിരുന്നു തലാഖ് സംവാദം നടക്കുമ്പോ ഒരു വിഭാഗം പറഞ്ഞു, ഒരു മനുഷ്യൻ അവന്റെ ഭാര്യയുടെ മൊഴി ചൊല്ലുമ്പോ ഞാൻ എന്റെ ഭാര്യയുടെ മൊഴി ചൊല്ലി 3 തലാഖ് ചൊല്ലി എന്ന് പറഞ്ഞെങ്കിലേ തലാഖ് പോകൂ എന്നൊരു വിഭാഗം. മറുവിഭാഗം പറഞ്ഞു, ഞാൻ എന്ന് പറഞ്ഞില്ലെങ്കിലും തലാഖ് പോകും. വാദപ്രതിവാദം അരങ്ങേറി. അതിന്റെ വീഡിയോ കേസറ്റ് മാർക്കറ്റിൽ നമുക്ക് ലഭ്യമാണ്. എന്തായിരുന്നു വാദപ്രതിവാദത്തിൽ പണ്ഡിതന്മാർ തെളിവുദ്ധരിച്ചത്? ഞങ്ങളൊക്കെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നത് ഇമാം ഷാഫിയുടെ ഉദ്ധരണി ഇവിടെ വളരെ കൃത്യമായി ലഭ്യമാകുമെന്നായിരുന്നു. ഒരു പണ്ഡിതൻ എണീറ്റ് നിന്ന് ചോദിക്കുന്നു, ഞാൻ എന്ന് പറഞ്ഞില്ലെങ്കിലും, ഞാൻ എന്റെ ഭാര്യയുടെ 3 തലാഖും ചൊല്ലി എന്ന് പറഞ്ഞില്ലെങ്കിലും തലാഖ് പോകും എന്നതിന് ഇമാം ഷാഫിയുടെ ഇബാറത്ത് പറയാൻ പറ്റുമോ? ഷാഫി മദ്ഹബിൽ ആധികാരികമായ ഉദ്ധരണികൾ ഉന്നയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ മറുഭാഗത്തുള്ള പണ്ഡിതന്മാർ 3 പേര് മാറി മാറിയിരുന്നു. അവസാനം ഒരു പണ്ഡിതൻ എണീറ്റെന്ന് പറഞ്ഞത്, കണ്ടോ മലയാള മനോരമ, ഈ മലയാള മനോരമയുടെ ആദ്യത്തിൽ ഞാൻ എന്ന് എഴുതിയിട്ടില്ലെങ്കിലും നമ്മൾ മലയാള മനോരമ എന്ന് പറയുന്നില്ലേ, അതുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞില്ല എങ്കിലും തലാഖ് പോകുന്നതാണ്. ഞാനും എഴുതാതെ മലയാള മനോരമയെ നമ്മൾ മലയാള മനോരമ എന്ന് പറയുന്നില്ലേ? ഈ സുന്നത്തമാത്ത് സ്ഥാപിക്കാൻ രാഷ്ട്രീയക്കാരന്റെ പത്രത്തിൽ ഉദ്ധരിക്കുന്നത്. ഇങ്ങനെയുള്ള നിരവധി അനവധി സംഭവങ്ങൾക്ക് സാക്ഷികളാവേണ്ടി വരുമ്പോ ഇവിടെയുള്ള ചിന്തിക്കുന്ന മുസ്ലിയാക്കന്മാർ, നിരവധി ഫൈസിമാരും ധാർമ്മികരും ആലോചിക്കുന്നത്, പടച്ചവനെ ഞങ്ങൾ നിൽക്കുന്ന ബേസ്, ഞങ്ങളെ പഠിപ്പിക്കുന്നത് നാലാലൊരു ഇമാമിന്റെ മദ്ഹബ് സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല. അതിനപ്പുറമുള്ള റസൂലിന്റെ ഹദീസ് കിട്ടിയാലും സ്വീകരിക്കാൻ പാടില്ല, സഹാബത്തിന്റെ വാക്ക് കിട്ടിയാലും സ്വീകരിക്കാൻ പാടില്ല. ഇമാമ് പറഞ്ഞതേ സ്വീകരിക്കാൻ പാടുള്ളൂ. ഇമാമ് പറഞ്ഞതിന്റെ അപ്പുറം പോകുന്നവർ എന്ന് പറയുമ്പോൾ മുജാഹിദുകൾ ചെയ്യുന്നത് എന്താണ്? ഇമാമിനെ അന്ധമായി അനുകരിക്കാതെ ഖുർആനും സുന്നത്തും സ്വീകരിക്കാൻ പോകുമ്പോ മദ്ഹബിലേക്ക് ആളെ ക്ഷണിക്കുന്ന ആളുകൾ എന്താ കൊണ്ടുവരുന്നത്? ഷാഫി ഇമാമിന്റെ ഇബാറത്ത് കൊണ്ടുവരേണ്ടുന്നതിന് ബദൽ മാത്യുവിന്റെ മലയാള മനോരമയാണ് തെളിവുകൾക്ക് ഉദ്ധരിക്കപ്പെടുന്നത്. അതുപോലെ നിരവധി സംഭവങ്ങൾ നമുക്ക് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് കാണാൻ കഴിയും.
അതെല്ലാം ഇവിടെ പറഞ്ഞാൽ പറയേണ്ടി വരും. നിരവധി ആളുകൾ ഇവിടെ സംസാരിക്കാറുണ്ട്.